ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ ഒരു ലൈറ്റിന്റെ ഫിനോമിനെ പറ്റി പറയുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടെ ഒരു ഡയഗ്രാം കാണുന്നുണ്ട് അല്ലേ? ഈ ഡയഗ്രാം നമ്മളുടെ രണ്ട് ബ്ലേഡ് ഇല്ലേ, ബ്ലേഡ് നമ്മൾ ഷേവ് ചെയ്യാനൊക്കെ എടുക്കുന്ന ആ രണ്ട് ബ്ലേഡുകൾ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ചതാണ്. ഇങ്ങനെ രണ്ട് ചെറിയ ബ്ലേഡുകൾ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് അതിനുള്ളിലൂടെ നമ്മൾ നോക്കുക. അതിനുള്ളിലൂടെ നിങ്ങൾ നോക്കുകയാണ്, ആ ഡിസ്റ്റൻസ് വളരെ ചെറുതാണ് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ലൈൻസ്, അതായത് നിങ്ങൾ അതിനെ ഒരു ലൈറ്റിന് നേരെ പിടിച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ ലൈൻസ് അവിടെ കാണാൻ പറ്റും. അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ബ്രൈറ്റും ഡാർക്കും ആയിട്ടുള്ള കുറേ ലൈൻസ് നിങ്ങൾക്ക് ഇങ്ങനെ വിസിബിൾ ആവും. ഇത് എന്തുകൊണ്ടാണെന്നുള്ള ആ ഒരു സാധനത്തിനുള്ള എക്സ്പ്ലനേഷനും അതുവഴി നമ്മളുടെ ലൈറ്റിന്റെ പുതിയൊരു ഫിനോമിനെ പറ്റിയിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അത് വിസിബിൾ ആവാൻ കാരണം ലൈറ്റിന്റെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനയാണ്. അങ്ങനെയാണ്, വാട്ട് ഇസ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? ഇറ്റ് ഇസ് ദ ഫിനോമിന ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് ആൻ ഒബ്സ്റ്റക്കിൾ ആൻഡ് അറ്റ് ഇറ്റ്സ് കോൺസ്റ്റന്റ് സ്പ്രെഡിങ് ഇൻ ടു ദ റീജിയൻ ഓഫ് ജോമെട്രിക്കൽ ഷാഡോ. അതായത് നമ്മളിപ്പം ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട് വിചാരിച്ചു. അതായത് ഇത് നമ്മളുടെ ഒരു ലൈറ്റ് സോഴ്സ് ആണെന്ന് കരുതാം. ഈ ലൈറ്റ് സോഴ്സ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നാൽ ഒരു ഒബ്സ്റ്റക്കിള് ഈ ലൈറ്റ് സോഴ്സിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ആ ഒബ്സ്റ്റക്കിളിന്ന് ഇങ്ങനെ പാസ് ചെയ്യും അല്ലേ? ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇഫ് വി ആർ ഹാവിങ് എ സ്ക്രീൻ, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ ആ സ്ക്രീനിന്റെ മേലെ ഇതാ ഇത്ര വലുപ്പത്തിൽ ഒരു ജോമെട്രിക്കൽ ഷാഡോ ഉണ്ടാക്കും അല്ലെ? ജോമെട്രിക്കൽ ഷാഡോ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലൈറ്റിനെ വിശദമായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ, ഇഫ് വി ആർ അനലൈസിങ് ദിസ് ലൈറ്റ് ഇൻ എ ഡീറ്റെയിൽഡ് മാനർ, ലൈറ്റ് ഈ ഒരു ഷേഡോയുടെ അടുത്തേക്ക് കുറച്ചിങ്ങനെ ബെൻഡ് ചെയ്യും. അതായത് ആ ഒരു ഒബ്സ്റ്റക്കിളിന്റെ അടുത്തേക്ക് ലൈറ്റ് കുറച്ചിങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഷാഡോയുടെ എഡ്ജ് ലേശം ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, ബ്ലേഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ലൈറ്റ് ഷാഡോയുടെ അടുത്തേക്ക് ഈ ബെൻഡ് ചെയ്യുന്ന ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ലൈറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ ഒബ്സ്റ്റക്കിൾ. ഇതാണ് ഒരു ഒബ്സ്റ്റക്കിൾ എങ്കിൽ ആ ഒബ്സ്റ്റക്കിളിന്റെ അടുത്തേക്കാണ് ലൈറ്റ് ബെൻഡ് ചെയ്യുക. ലൈറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ ഒബ്സ്റ്റക്കിൾ. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന നമ്മൾ വേവ്സിൽ ഒബ്സർവ് ചെയ്തിരുന്നു. സൗണ്ട് ക്യാൻ ബെൻഡ് അറൌണ്ട് ദ ഒബ്സ്റ്റക്കിൾ എന്നുള്ളത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ലൈറ്റിനും ഒബ്സ്റ്റക്കിളിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നോട്ടീസ് ചെയ്തത്. Therefore, the phenomena of bending of light around the obstacle and its constant spreading into the region of the geometrical shadow. Geometrical shadow അവിടേക്കുള്ള ആ ഒരു കോൺസ്റ്റന്റ് സ്പ്രെഡിങ്ങിനെ ആണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, therefore, in order to understand about ഡിഫ്രാക്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ്, ഒരു സിംഗിൾ സ്ലിറ്റിനെ കൊണ്ടുള്ളാവുന്ന ഡിഫ്രാക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. Therefore, in order to study about the diffraction at a single slit, let us draw a single slit. ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഒരു സിംഗിൾ സ്ലിറ്റ് ആണ്. സിംഗിൾ സ്ലിറ്റ് എന്ന് പറയുന്നത് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ രണ്ട് ഓപ്പണിംഗ് ഉള്ള ഭാഗത്തിനെ ഡബിൾ സ്ലിറ്റ് എന്ന് വിളിച്ചിരുന്നു. അതേപോലെ ഇവിടെ ഇതൊരു സിംഗിൾ സ്ലിറ്റ് ആണ്, സിംഗിൾ സ്ലിറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു സിംഗിൾ സ്ലിറ്റ് ആക്ച്വലി ആയിട്ട് വളരെ ചെറിയ സെപ്പറേഷൻ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ വളരെ ചെറിയ സെപ്പറേഷൻ എന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ മാർക്ക് ചെയ്യേണ്ട സാധനങ്ങളൊന്നും മാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ സെപ്പറേഷൻ ഒന്ന് കൂട്ടി വരയ്ക്കുകയാണ്. പക്ഷെ ആക്ച്വലി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സിംഗിൾ സ്ലിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്.
പക്ഷെ നമുക്ക് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ലേശം വലുതാക്കി വരച്ചോളൂ. ഓക്കെ, എന്നിട്ട് ഈ സിംഗിൾ സ്ലിറ്റിന്റെ മുന്നിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, we will take a monochromatic light source. ഒരു സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. അതൊരു പോയിന്റ് സോഴ്സ് ആണെന്ന് ഇമാജിൻ ചെയ്യും. ആ പോയിന്റ് സോഴ്സ് നമ്മളൊരു കോൺവെക്സ് ലെൻസിന്റെ മുന്നിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഈ കൊണ്ടുവച്ചിരിക്കുന്ന കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഈ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിലാണ് നമ്മൾ ഈ പോയിന്റ് ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്. we are placing the object at the focus of this particular convex lens. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിലാണ് ആ പോയിന്റ് ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ലെറ്റ് മീ യൂസ് ബ്ലാക്ക് കളർ ഇറ്റ്സെൽഫ്. വരുന്ന ലൈറ്റ് റേസ് ഇതാ ഈ രീതിയിലാണ് ട്രാവൽ ചെയ്യുക അല്ലെ. ലൈറ്റ് റേസ് ഇങ്ങനെ കോൺവെക്സ് ലെൻസിലേക്ക് എത്തും. അതായത് the light rays will travel in this direction into the convex lens. എന്നിട്ട് ഈ ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും. കാരണം the point object is placed at the focus of the convex lens. Therefore the light rays coming from the focus will emerge out parallel എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. ആയിക്കോട്ടെ, പാരലൽ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഈ പാരലൽ ആയിട്ട് പുറത്തിറങ്ങുന്ന ഈ 3 ലൈറ്റ് റേസും നമ്മളുടെ ആ ഒരു സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ലിറ്റിന് ലേശം കൂടി ഒന്ന് വലുതാക്കി ഞാൻ വെച്ചു. ആ സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, therefore the 3 light rays will pass through the slit. ആക്ച്വലി ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് 3 ലൈറ്റ് റേസ് അല്ല, മില്യൺസ് ഓഫ് ലൈറ്റ് റേസ് ഇതേമാതിരി ആ ഒരു കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോയിട്ട് സ്ലിറ്റിലൂടെ പാസ് ചെയ്യും. നമുക്ക് ഇവിടെ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടി 3 ലൈറ്റ് റേസ് കാണിച്ചു തന്നുള്ളൂ. അപ്പം ഈ വരുന്ന മില്യൺസ് ഓഫ് ലൈറ്റ് റേസ്, 3 ലൈറ്റ് റേസ് ആണ് വരച്ചതെങ്കിലും ആക്ച്വലി ആയിട്ട് മില്യൺസ് ഓഫ് ലൈറ്റ് റേസ് വരുന്നുണ്ടാവും. ആ മില്യൺസ് ഓഫ് ലൈറ്റ് റേസിൽ അപ്പർ എഡ്ജിന്റെ അടുത്തൂടെ പോകുന്ന ലൈറ്റ് റേസ് മുകളിലേക്ക് ബെൻഡ് ചെയ്യും. അപ്പർ എൻഡിന്റെ അടുത്തൂടെ പോകുന്ന ലൈറ്റ് റേസ് മുകളിലേക്ക് ബെൻഡ് ചെയ്യാൻ മതിയാവും. ലോവർ എൻഡിന്റെ അടുത്തൂടെ അല്ലെ ലോവർ ഒബ്സ്റ്റക്കിളിന്റെ അടുത്തൂടെ പോകുന്ന ലൈറ്റ് റേസ് താഴത്തേക്ക് ബെൻഡ് ചെയ്യാൻ മതിയാവും. The light rays which are almost passing through the middle will pass without any deviation. ഇങ്ങനെ പാസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ എല്ലാ ലൈറ്റ് റേസിനോട് കാണിക്കുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ഓൾ ദീസ് ലൈറ്റ് റേസ് നമ്മൾ ആദ്യം ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിനെയും അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിനെയും മാത്രം കാണിക്കുക. ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിനെയും അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിനെയും മാത്രം കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോകുന്ന ലൈറ്റ് റേസിൽ കുറെ ലൈറ്റ് റേസ് എന്തായാലും ആ ഒരു സ്ലിറ്റിന്റെ മിഡിലൂടെ പാസ് ചെയ്യും. മിഡിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് അൺഡിഫ്രാക്റ്റഡ് ആയിട്ടാണ് പാസ് ചെയ്യുക. ആ അൺഡിഫ്രാക്റ്റഡ് ആയിട്ട് പാസ് ചെയ്യുന്ന ലൈറ്റ് റേസിനെയാണ് ഞാൻ ഇവിടെ ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേസിനെ നമുക്ക് ഇവിടെ എങ്ങനെ വരച്ച് കാണിച്ചു. അപ്പൊ ചോദിക്കുകയാണ്, അല്ല സാർ അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് മിഡിലൂടെ അല്ലേ പാസ് ചെയ്യുക? മിഡിലൂടെയാണ് പാസ് ചെയ്യുക. മിഡിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് ആണെങ്കിൽ സാർ ഇത് മിഡിലൂടെ മാത്രമല്ലല്ലോ വരച്ച, എല്ലാ ഭാഗത്തും വരച്ചിട്ടുണ്ടല്ലോ എന്നറിയാണ്. ഞാൻ പറയാണ്, ഇത് വളരെ ചെറിയ സ്ലിറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 3 ലൈറ്റ് റേസും ഡിഫ്രാക്ഷൻ ഇല്ലാതെ പാസ് ചെയ്തതായി കാണിച്ചിട്ടുണ്ട്. ഈ 3 ലൈറ്റ് റേസും ഡിഫ്രാക്ഷൻ ഇല്ലാതെ പാസ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഈ 3 ലൈറ്റ് റേസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സ്ലിറ്റിന്റെ മിഡിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് ആണ്. സ്ലിറ്റിന്റെ മിഡിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ്. ഓക്കെ, അപ്പം സ്ലിറ്റിന്റെ മിഡിലൂടെ പാസ് ചെയ്യുന്ന അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിനാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കാര്യങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ലിറ്റിന്റെ അപ്പർ എഡ്ജിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും? അപ്പർ എഡ്ജിന്റെ അടുത്തൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ ഒബ്സ്റ്റക്കിൾ എന്ന് നമ്മൾ പഠിച്ചത് കൊണ്ട് അപ്പർ എഡ്ജിന്റെ അടുത്തൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഒബ്സ്റ്റക്കിളിന്റെ അടുത്തൂടെ പാസ് ചെയ്യും. അതായത് ഒബ്സ്റ്റക്കിളിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഒബ്സ്റ്റക്കിളിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പർ എഡ്ജിന്റെ അടുത്തൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസിനെ വി ആർ ഡ്രോയിങ് ഇറ്റ് ലൈക്ക് ദിസ്. നമ്മൾ അപ്പർ എഡ്ജിന്റെ അടുത്തൂടെ വരയ്ക്കുന്ന ലൈറ്റ് റേസ്, അപ്പർ ഒബ്സ്റ്റക്കിളിന്റെ അടുത്തൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസിനെ എങ്ങനെ വരച്ചു? അതിനെ സാർ അങ്ങോട്ട് വരച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഡിഫ്രാക്ഷൻ കാരണം ലൈറ്റ് റേസ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ ഒബ്സ്റ്റക്കിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ലൈറ്റ് റേസ് മുഴുവൻ മുകളിലേക്കാണ് ബെൻഡ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ 3 നീല കളർ ലൈറ്റ് റേസും ആക്ച്വൽ ആയിട്ട്
ഈ ഒരു അപ്പർ ഒബ്സ്റ്റക്കിളിന്റെ അടുത്തുകൂടിയാണ് പാസ് ചെയ്യുന്നത്. അതെങ്ങനെ അപ്പർ ഒബ്സ്റ്റക്കിളിന്റെ അടുത്തുകൂടിയാണ് പാസ് ചെയ്യുന്നത് മനസ്സിലായത്? കാരണം അത് ബെൻഡ് ചെയ്യുന്നത് മുകളിലേക്കാണ്. ദ ലൈറ്റ് റേസ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ ഒബ്സ്റ്റക്കിൾ ആൻഡ് സിൻസ് ഇറ്റ് ഇസ് ബെൻഡിങ് അപ്വേർഡ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് 3 ലൈറ്റ് റേസ് ആർ ആക്ച്വലി പാസിംഗ് നിയർ ദ അപ്പർ ഒബ്സ്റ്റക്കിൾ, മേലുള്ള ഒബ്സ്റ്റക്കിളിന്റെ അടുത്തുകൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പം ഈ നീല കളർ ലൈറ്റ് റേസ് ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസും ഇവിടെ ഈ കറുപ്പ് കളർ ലൈറ്റ് റേസ് അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസുമാണ്. ഓക്കെ, ഇനി അതിനുശേഷം ആഫ്റ്റർ ഡ്രോയിങ് ഓൾ ദീസ് തിങ്സ് നമ്മൾ ഈ ഒരു ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിനെയും അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിനെയും കൂടി കൊള്ളുന്ന രീതിയിലുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഇവിടെ വരയ്ക്കാം. ദാറ്റ് ഇസ് all these light rays are allowed to pass through another convex lens. ഈ എല്ലാ ലൈറ്റ് റേസിനെയും വേറൊരു കോൺവെക്സ് ലെൻസിലൂടെ കൂടെ പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. വി ആർ allowing all these light rays to pass through another convex lens. ആയിക്കോട്ടെ, വേറൊരു കോൺവെക്സ് ലെൻസിലൂടെയും ഈ ലൈറ്റ് റേസ് ഒക്കെ പാസ് ചെയ്യിച്ചു. എന്നിട്ട് ഈ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിൽ നമ്മൾ ആരെ വെക്കുക? നമ്മളൊരു സ്ക്രീന് പ്ലേസ് ചെയ്യാണ്. അതായത് ഈ കോൺവെക്സ് ലെൻസിന് ഒരു ഫോക്കസ് ഉണ്ടാവില്ലേ, സെക്കൻഡ് കോൺവെക്സ് ലെൻസിന്റെ, ആ സെക്കൻഡ് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിൽ നമ്മൾ വി ആർ പ്ലേസിംഗ് എ സ്ക്രീൻ. ലെറ്റ്സ് സേ ദിസ് ഇസ് അവർ സ്ക്രീൻ വിച്ച് ഇസ് പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കസ് ഓഫ് ദ സെക്കൻഡ് കോൺവെക്സ് ലെൻസ്. സെക്കൻഡ് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിലാണ് ഈ സ്ക്രീൻ വെച്ചത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിൽ വെച്ച സ്ക്രീനിലേക്ക് ഈ കറുപ്പ് കളർ ലൈറ്റ് റേസ് എന്ന് പറഞ്ഞാൽ അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് എന്ത് ചെയ്യും? അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ആ ലെൻസിന്റെ ഫോക്കസിലാണ് ഈ സ്ക്രീൻ കൊണ്ടുവച്ചെങ്കിൽ ആ അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് മുഴുവൻ എന്ത് ചെയ്യുന്നതിനാൽ കറക്റ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ ഇവിടെ പോയിട്ട് കൺവേർജ് ചെയ്യും. ശരിയല്ലേ? ഇവിടെ അങ്ങനെ പോയിട്ട് കൺവേർജ് ചെയ്യും. അപ്പൊ അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് മുഴുവൻ ഇവിടെ കൺവേർജ് ചെയ്യുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പം ദ അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് വിൽ കൺവേർജ് ഓവർ ഹിയർ. അതേപോലെ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ബ്ലൂ കളർ ലൈറ്റ് റേസ് ഇല്ലേ, മുകളിൽ കാണിച്ചിരിക്കുന്ന ബ്ലൂ കളർ ലൈറ്റ് റേസിനെ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ്. ആയിക്കോട്ടെ, ഈ 3 ലൈറ്റ് റേസും പാരലൽ തന്നെയാണല്ലോ. ഈ 3 ലൈറ്റ് റേസും മ്യൂച്വലി പാരലൽ ആണ്. അങ്ങനെയാണ് ഈ ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ഒക്കെ എന്ത് ചെയ്യുന്നതാണ്? ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ഒക്കെ they'll tend to converge at a point over here. അതും ഫോക്കസിൽ തന്നെയാണ് കൺവേർജ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ ലൈറ്റ് റേസ് ഒക്കെ ഫോക്കസ് കൺവേർജ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഈ ലൈറ്റ് റേസും എന്ത് ചെയ്യും? ഇവിടെ ഫോക്കസിന് മേലെ തന്നെ കൺവേർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 ലൈറ്റ് റേസും ഫോക്കസ് തന്നെ കൺവേർജ് ചെയ്യുമെങ്കിൽ what we have to say is ഈ 3 ലൈറ്റ് റേസും ഇങ്ങനെ ഫോക്കസിൽ കൺവേർജ് ചെയ്യും അല്ലെ? ഫോക്കസ് തന്നെ, അതായത് ഈ സ്ക്രീനിന്റെ മേലെ തന്നെ കൺവേർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ സെറ്റപ്പിൽ നമുക്ക് സ്ക്രീനിന്റെ മേലെ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ വിസിബിൾ ആവും. സ്ക്രീനിന്റെ മേലെ വീൽ ഗെറ്റ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ആ ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ കിട്ടിയ ഡിഫ്രാക്ഷൻ പാറ്റേണിന് ചെറിയ സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ കുറച്ച് ഡിഫറൻസും ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the diffraction pattern that we are obtaining on the screen is സെൻട്രൽ നല്ല ഒരു ബ്രൈറ്റ് ബാൻഡ് കിട്ടും. we'll get a bright band at the center. അതുകൊണ്ട് ഇതിനെ സെൻട്രൽ മാക്സിമ എന്ന് വിളിക്കും. ഈ സെൻട്രൽ കിട്ടിയ ഈ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ബാൻഡിനെ we'll call it as സെൻട്രൽ മാക്സിമ. ഈ സെൻട്രൽ മാക്സിമക്ക് ശേഷം പിന്നെ ഒരു ഡാർക്ക് ബാൻഡ് വരും. ആ ഡാർക്ക് ബാൻഡിന് ശേഷം പിന്നെ വേറെ ഒരു ബ്രൈറ്റ് ബാൻഡ് വരും. അപ്പൊ സെൻട്രൽ മാക്സിമ കഴിഞ്ഞിട്ടുള്ള ഇയാള് ഫസ്റ്റ് മിനിമ എന്ന് വിളിക്കും. കാരണം ഡാർക്ക് ബാൻഡിനെ നമുക്ക് മിനിമ എന്ന് വിളിക്കാം. അതുകൊണ്ട് സെൻട്രൽ മാക്സിമ കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് മിനിമ വരും. ആ ഫസ്റ്റ് മിനിമക്ക് ശേഷം നമുക്ക് പിന്നെ ഒരു സെക്കൻഡറി മാക്സിമ കിട്ടും. ഇത് ഒന്നാമതായിട്ട് കിട്ടിയ സെക്കൻഡറി മാക്സിമ ആയതുകൊണ്ട് അതിനെ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ എന്ന് വിളിക്കാം. Therefore, after first minima we will get the first secondary maximum. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം കിട്ടും. അതിനുശേഷം നമുക്കൊരു സെക്കൻഡ് മിനിമ കിട്ടും. സെക്കൻഡ് മിനിമക്ക് ശേഷം ഒരു സെക്കൻഡ് സെക്കൻഡറി മാക്സിമ, അതായത് ഇവിടെ നമുക്കിതിനെ സെക്കൻഡ് മിനിമ എന്ന് വിളിക്കാം. അതിനുശേഷം ഇവിടെ ഒരു സെക്കൻഡ് സെക്കൻഡറി മാക്സിമ, അതായത് വേറെ ഒരു മാക്സിമ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മിനിമ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തേർഡ് സെക്കൻഡറി മാക്സിമ, ഇങ്ങനെ പോകും. ഇത് ഫസ്റ്റ് മിനിമ കഴിഞ്ഞു, സെക്കൻഡ് മിനിമ കഴിഞ്ഞു, അപ്പൊ ഇത്
തേർഡ് മിനിമ, അതിനുശേഷം ദ തേർഡ് സെക്കൻഡറി മാക്സിമ, ഇങ്ങനെ വിളിക്കാൻ പറ്റും. അങ്ങനെ ഒരു പാറ്റേൺ അപ്പർ സൈഡിൽ കിട്ടും. ഇതിന് നേരെ മിറർ ഇമേജ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ ലോവർ സൈഡിലും കിട്ടും. അതായത് സെൻട്രൽ മാക്സിമ കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിമ വരും, മിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ, ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് മിനിമ, സെക്കൻഡ് മിനിമ പിന്നെ ഒരു മാക്സിമ, സെക്കൻഡ് സെക്കൻഡറി മാക്സിമ, പിന്നെ ഒരു മിനിമ കഴിഞ്ഞിട്ട് തേർഡ് സെക്കൻഡറി മാക്സിമ, ഇങ്ങനെ അങ്ങോട്ട് പോകും. അതായത് ഇവിടെ മുകളിൽ കാണിച്ച അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നതാണ്, താഴെയും ഉണ്ടാവും. അപ്പം സെൻട്രൽ മാക്സിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിരിക്കും. സെൻട്രൽ മാക്സിമയാണ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു എല്ലാ ബാൻഡുകളിലും. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയുടെ പ്രത്യേകത സെൻട്രൽ മാക്സിമേനേക്കാൾ കുറച്ച് ബ്രൈറ്റ്നസ് കുറവായിരിക്കും. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമക്ക് സെൻട്രൽ മാക്സിമേനേക്കാൾ ലേശം ബ്രൈറ്റ്നസ് കുറവായിരിക്കും. അതിനേക്കാൾ ബ്രൈറ്റ്നസ് കുറവായിരിക്കും സെക്കൻഡ് സെക്കൻഡറി മാക്സിമക്ക്, അതിനേക്കാൾ ബ്രൈറ്റ്നസ് കുറവായിരിക്കും തേർഡ് സെക്കൻഡറി മാക്സിമം. ചുരുക്കി പറഞ്ഞാൽ ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറഞ്ഞു പോയിട്ട് കുറച്ച് ബാൻഡ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ മാക്സിമേനെ നമുക്ക് വിസിബിൾ ആവുന്നില്ല. അതേമാതിരി തന്നെ എപ്പുറത്തേക്കും സെൻട്രൽ മാക്സിമ is the brightest one. First secondary maxima will have less brightness than the central maxima, and second secondary maxima will be less bright than the first secondary maxima, and the third secondary maxima will be less bright than the second secondary maxima. അതായത് ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറഞ്ഞു വരും. ഞാൻ ഈ വരച്ച മാതിരി തന്നെ സെൻട്രൽ മാക്സിമയുടെ തിക്നെസ് ലേശം കൂടുതലായിരിക്കും, സെക്കൻഡറി മാക്സിമൊക്കെ ഏകദേശം ഒരേ തിക്നെസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നതിനാൽ നമ്മളുടെ ഈ ഒരു സ്ലിറ്റ് പാറ്റേൺ ഒബ്സർവ് ചെയ്തത്. ഇന്റർഫറൻസിലുള്ള സ്ലിറ്റ് പാറ്റേൺ നമുക്ക് ഓർമ്മ ഉണ്ടോ? ഇന്റർഫറൻസിൽ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബ്രൈറ്റ് ഡാർക്ക് ബാൻഡ് അല്ലേ കിട്ടിയത്. അതായത് എല്ലാ ബ്രൈറ്റ് ബാൻഡിനും ഒരേ ഇന്റൻസിറ്റി ആയിരുന്നു. പക്ഷെ ഇവിടെ എല്ലാ ബ്രൈറ്റ് ബാൻഡിനും ഒരേ ഇന്റൻസിറ്റി ആണോ? അല്ല. ഇവിടെ ബ്രൈറ്റ് ബാൻഡുകളുടെ ഇന്റൻസിറ്റി ഇങ്ങനെ സെൻട്രൽ മാക്സിമം നിന്ന് പുറത്തേക്ക് പോകുന്നതനുസരിച്ച് കുറഞ്ഞു വരികയാണ്, താഴേക്ക് വരുന്നതനുസരിച്ച് കുറഞ്ഞു വരികയാണ്. അപ്പം ഇങ്ങനെ കിട്ടിയിരുന്നു. ഇനി ഇന്റർഫറൻസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റർഫറൻസിൽ നമുക്ക് കിട്ടിയ എന്താണ് ഫ്രിഞ്ചസ് പാറ്റേണിൽ സെൻട്രൽ മാക്സിമയും എല്ലാ മാക്സിമേന്റെയും തിക്നെസ് സെയിം ആയിരുന്നു. ഇന്റർഫറൻസിൽ എല്ലാ മാക്സിമയുടെയും തിക്നെസ് സെയിം ആയിട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷെ ഡിഫ്രാക്ഷനിൽ അങ്ങനെയല്ല. ഡിഫ്രാക്ഷനിൽ സെൻട്രൽ മാക്സിമക്കാണ് മാക്സിമം തിക്നെസ് ഉള്ളത്, ബാക്കിയുള്ളവർക്കൊക്കെ തിക്നെസ് സെൻട്രൽ മാക്സിമേനേക്കാൾ കുറവാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഒബ്സർവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നാൽ ഈ ഒബ്സർവേഷനെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത് തിയറി ഉപയോഗിച്ചിട്ട്? വേവ് തിയറി ഉപയോഗിച്ചിട്ട്. Therefore, in order to explain these observations with the help of wave തിയറിയുടെ ഹെൽപ്പിൽ ഈ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നാൽ we have to draw the wave front. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണ്, ഈ ബ്ലാക്ക് കളർ ലൈറ്റ് റേസ് കാണുന്നില്ലേ? ഈ ബ്ലാക്ക് കളർ ലൈറ്റ് റേസ് ആരായിരുന്നു? അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ആയിരുന്നോ ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ആയിരുന്നോ? ബ്ലാക്ക് കളർ ലൈറ്റ് റേസ് അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ്. ഈ അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. യു കുഡ് സീ എ ലൈൻ ലൈക്ക് ദിസ്. ഈ ലൈന് ഞാൻ പറയാണ് വേവ് ഫ്രണ്ട് ആണ്. ലൈൻ അല്ല, ഇതൊരു പ്ലെയിൻ ആണ്. ഇതൊരു വേവ് ഫ്രണ്ട് ആണ്. ആരുടെ വേവ് ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേവ് ഫ്രണ്ടിനെ നമുക്ക് അൺഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് എന്ന് വിളിക്കാൻ പറ്റും. We are drawing a line actually perpendicular to this undiffracted rays. Therefore, this is our undiffracted wavefront. ഇത് നമ്മളുടെ undiffracted wavefront ആണ്. Undiffracted wavefront undiffracted raysന് perpendicular ആയിട്ട്. അതേപോലെ if I could draw a line perpendicular to these blue color lines. ഈ blue color line നമുക്കറിയാം, blue color line എന്ന് പറയുന്നത് ഡിഫ്രാക്റ്റഡ് റേസ് ആണ്. അപ്പൊ ഡിഫ്രാക്റ്റഡ് റേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി ദ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ഇത് നമ്മളുടെ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. ഇത് നമ്മളുടെ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും ഇത് നമ്മളെ അൺഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും ആണ്. അപ്പം നമുക്ക് ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും അൺഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിനെയും മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഞാൻ ഈ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാണ്. യു കുഡ് സീ എ ഡിസ്റ്റൻസ് ഓവർ ഹിയർ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ 3 ബ്ലൂ കളർ ലൈറ്റ് റേസിനെ കാണുന്നുണ്ട്.
ഈ 3 ബ്ലൂ കളർ ലൈറ്റ് റേസ് എന്ന് പറയുന്ന ഈ 3 ഡിഫ്രാക്റ്റഡ് റേസ്, ഈ 3 ഡിഫ്രാക്റ്റഡ് റേയിലെ ആദ്യത്തെ ഡിഫ്രാക്റ്റഡ് റേയും അവസാനത്തെ ഡിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ലീനിയർ സെപ്പറേഷൻ ആണ് ഇത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് അംഗീകരിക്കേണ്ടി വരും. കാരണം യു ക്യാൻ ലുക്ക് ഓവർ ഹിയർ, ഫസ്റ്റ് ലൈറ്റ് റേ കുറച്ച് കുറവ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്, ലാസ്റ്റ് ലൈറ്റ് റേ കുറച്ചുകൂടി കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ലൈറ്റ് റേയും ലാസ്റ്റ് ലൈറ്റ് റേയും തമ്മിലുള്ള ലീനിയർ സെപ്പറേഷൻ ആണ് ഇത്രയെന്ന് എനിക്ക് പറയാം. അപ്പം ഇത് ഈ ഒരു ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിലെ ഫസ്റ്റ് ലൈറ്റ് റേയും ലാസ്റ്റ് ലൈറ്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ്. ഇനി ഞാൻ ഇവിടെ നമുക്ക് വേണ്ട കുറച്ച് ആളുകളെ കൂടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് we could mark a distance that is ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ഇത് സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വി ആർ മാർക്കിംഗ് ഇറ്റ് ആസ് ക്യാപിറ്റൽ ഡി. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ക്യാപിറ്റൽ ഡി എന്ന് മാർക്ക് ചെയ്തു. അതുകൂടാതെ വി കുഡ് മാർക്ക് എ ഡിസ്റ്റൻസ് ഓഫ് ദിസ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു സേ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്ലിറ്റിന്റെ വിഡ്ത്താണ്. സ്ലിറ്റിന്റെ വിഡ്ത്തിനെ നമുക്ക് എന്ത് ചെയ്യാന്നാല് നമുക്ക് ക്യാപിറ്റൽ ഡി എന്ന് സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റിന്റെ വിഡ്ത്തിനെ നമ്മൾ ഇവിടെ സ്മോൾ ഡി എന്നാണ് മാർക്ക് ചെയ്യുന്നത്. സ്ലിറ്റിന്റെ ഡിസ്റ്റൻസിനെ വി ആർ മാർക്കിംഗ് ഇറ്റ് ആസ് സ്മോൾ ഡി. ഓക്കെ, സ്മോൾ ഡി എന്നും മാർക്ക് ചെയ്തു. സ്ലിറ്റ് ഡിസ്റ്റൻസിനെ സ്മോൾ ഡി എന്നും സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ക്യാപിറ്റൽ ഡി എന്നും നമ്മൾ മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് സ്മോൾ ഡി അല്ലെ. ഇനി അപ്പൊ ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഓറഞ്ച് കളർ ലൈനിന്റെ ലെങ്ത് സ്മോൾ ഡി ആയിരിക്കും. ഇനി ഞാൻ പറയട്ടെ, ഈ ഒരു ബ്ലൂ കളർ ലൈനും ബ്ലാക്ക് കളർ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ, ബ്ലൂ കളർ ലൈനും ബ്ലാക്ക് കളർ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റയാണ്. അതായത് ഡിഫ്രാക്റ്റഡ് റേയും അൺഡിഫ്രാക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബ്ലൂ കളർ ലൈന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈൻ, ബ്ലൂ കളർ ലൈന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈൻ, ബ്ലാക്ക് കളർ ലൈന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈന്. അതുകൊണ്ട് ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളും തീറ്റയാണെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് കറക്റ്റ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഐ എം ജസ്റ്റ് ഇമാജിനിങ് ദിസ് ട്രയാങ്കിൾ. നമ്മൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണില്ലേ, കാരണം ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്, കാരണം റേയും വേവ് ഫ്രണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഐ എം ജസ്റ്റ് റീഡ്രോയിങ് ദാറ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഓവർ ടു ഹിയർ. നമുക്ക് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഈ ഡിസ്റ്റൻസ് സ്മോൾ ഡി ഉണ്ട്, ഈ ആംഗിൾ തീറ്റയാണ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡി. ഇത് പി ഡി ബൈ ഡി ആണ്, ഡിയും ഡിയും വെട്ടി കളയാതെ ഇത് പാത്ത് ഡിഫറൻസ് ഉദ്ദേശിച്ചതിന്റെ പി ഡി എന്നാണ് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ? പാത്ത് ഡിഫറൻസിന് ഡി സൈൻ തീറ്റ എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. Therefore, this is an important expression. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഡിഫ്രാക്ഷനിൽ ലൈറ്റുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസിനെ നമുക്ക് ഡി സൈൻ തീറ്റ എന്ന് പറയാൻ പറ്റും. വാട്ട് ഇസ് ഡി? ഡി എന്ന് പറയുന്നത് സ്ലിറ്റിന്റെ വിഡ്ത്ത്, ഒരു സിംഗിൾ സ്ലിറ്റിന്റെ വിഡ്ത്താണ് ഡി. തീറ്റ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും ഡിഫ്രാക്റ്റഡ് റേയും അൺഡിഫ്രാക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അല്ലെങ്കിൽ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും അൺഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. രണ്ടു പറഞ്ഞാലും ശരിയാണ്. ഡിഫ്രാക്റ്റഡ് റേയും അൺഡിഫ്രാക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഓ ദ ആംഗിൾ ബിറ്റ്വീൻ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ സിംഗിൾ സ്ലിറ്റിലെ ഈ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഡയഗ്രവും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നാല് നമുക്ക് ഈ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ഓരോ കാര്യങ്ങൾ വരാനുള്ള റീസൺ പഠിക്കാൻ പോവാണ്. അതായത് വൈ ദ ഒക്കറൻസ് ഓഫ് സെൻട്രൽ മാക്സിമാസ്, ദ സെൻട്രൽ മാക്സിമ എന്തുകൊണ്ട് വന്നു, അതിനുശേഷം വൈ ദർ ഇസ് എ മിനിമ കമ്മിങ് ആഫ്റ്റർ സെൻട്രൽ മാക്സിമ, അതിനുശേഷം
സെക്കൻഡറി മാക്സിമയിൽ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എന്തുകൊണ്ട് വരുന്നു, പിന്നെ ഒരു മിനിമം എന്തുകൊണ്ട് വരുന്നു, പിന്നെ സെക്കൻഡ് സെക്കൻഡറി മാക്സിമം എന്തുകൊണ്ട് വരുന്നു, തേർഡ് മിനിമം എന്തുകൊണ്ട് വരുന്നു, അതേമാതിരി തന്നെ ഇവരുടെയൊക്കെ ഇന്റൻസിറ്റി കുറയാനുള്ള കാരണം എന്താ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അപ്പം ഈ ഒരു ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ്, ഈ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ ഒക്കറൻസ് ഓഫ് ഈച്ച്, നമ്മളുടെ ഓരോരോ ആളുകളും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ നോക്കണം. ഓരോരോ ആളുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ പറയാൻ വേണ്ടിയിട്ട് ഒക്കറൻസ് ഓഫ് സെൻട്രൽ മാക്സിമയാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്തുകൊണ്ടാണ് സെൻട്രൽ മാക്സിമ വരുന്നത്, എന്തുകൊണ്ടാണ് സെൻട്രൽ മാക്സിമ വരുന്നതിനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്ലിറ്റ് ഇല്ലേ, നമ്മൾ ഇമാജിൻ ചെയ്ത ആ ഒരു സ്ലിറ്റിനെ നമ്മളിവിടെ ഒന്ന് റീഇമാജിൻ ചെയ്യാണ്. ഇതാണ് നമ്മളുടെ ആ ഒരു സ്ലിറ്റ്. ഇതിനെ ലേശം കൂടി വലുതാക്കിയിട്ട് ഞാനിവിടെ ഇമാജിൻ ചെയ്തു, ലേശം കൂടി വലുതാക്കിയിട്ട് ഞാനിവിടെ ഒന്ന് ഇമാജിൻ ചെയ്യാണ്. ആൻഡ് if we are imagining it over here, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്നാല് നമ്മൾ ആ സ്ലിറ്റിന്റെ ഉള്ളിൽ കൂടെ സെൻട്രലിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റ് റേസ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത് അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ആയിരിക്കും. അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് മാത്രമല്ല സെൻട്രലിലേക്ക് വന്ന് വീഴുക ആണ്. അപ്പം ഈ അൺഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിൽ നമ്മൾ കുറച്ച് കൂടുതൽ ലൈറ്റ് റേസ് എടുക്കുകയാണ്. ഇത് 0th റേ, ഇതിനെ സെക്കൻഡ് റേ, ഇത് 4th റേ, 6th റേ, 8th റേ, 10th റേ ആൻഡ് 12th റേ. അതായത് നമ്മൾ കുറച്ച് ലൈറ്റ് റേസിന് എടുക്കുന്നതിന് പകരം കുറച്ച് കൂടുതൽ ലൈറ്റ് റേസ് എടുത്തു. അതായത് നമുക്കിവിടെ ഈ കാര്യങ്ങളെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് 3 ലൈറ്റ് റേസ്, നമ്മൾ ആദ്യം 3 ലൈറ്റ് റേസ് ചെയ്യുന്നെടുത്ത് അതിന് പകരം ഇവിടെ 0 മുതൽ 12 വരെയുള്ള കുറെ ലൈറ്റ് റേസ് എടുത്തു. ഇത് നമ്മളുടെ 0th റേ ആണ്, ഇത് സെക്കൻഡ് റേ, ഇത് 4th, 6th, 8th, 10th, 12th. അപ്പം ഇങ്ങനെ കുറച്ചുകൂടി കൂടുതൽ ലൈറ്റ് റേസിന് നമ്മൾ വെറുതെ എടുത്തു, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എടുത്തിട്ട് ഈ എല്ലാ ലൈറ്റ് റേസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് ആണ്, ഈ എല്ലാ ലൈറ്റ് റേസും നമ്മളുടെ ലെൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ആയിക്കോട്ടെ, ലെൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ലെൻസിലൂടെ കടന്നു പോയിട്ട് അവരെല്ലാം കൂടി സ്ക്രീനിന്റെ മേലെ വന്ന് വീഴുന്നുണ്ട്. ദേ ഓൾ ആർ ഫോളിങ് ഓവർ ദ സ്ക്രീൻ. സ്ക്രീനിന്റെ മേലെ വന്ന് വീഴുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ക്രീൻ നെയിം കൺസിഡർ ചെയ്യാം. ലെറ്റ് മീ ഡ്രോ ഇറ്റ് ഇൻ ദ ബ്ലാക്ക് കളർ ഇറ്റ്സെൽഫ്. നമ്മളിവിടെ സ്ക്രീൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഈ എല്ലാ ലൈറ്റ് റേസും സ്ക്രീനിന്റെ മേലെ വന്ന് വീഴുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ ജസ്റ്റ് ഡ്രോ ഇറ്റ് റഫ്ലി ലൈക്ക് ദിസ്. ഇവരെല്ലാവരും ഇതേ രീതിയിൽ സ്ക്രീനിന്റെ മേലെ വന്ന് വീഴും അല്ലേ, സ്ക്രീനിന്റെ മേലെ വന്ന് വീഴുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അപ്പം ഇതേ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ലൈറ്റ് റേസിനെയും ഇവിടെ കൺവേർജ് ചെയ്യുന്ന രീതിയിൽ കാണിക്കും. അങ്ങനെയാണെങ്കിൽ all these light rays are converging at this point. ഇവിടെ നമുക്ക് നമ്മുടെ CM-നെ കിട്ടുന്നുണ്ട്. CM ആരാ? സെൻട്രൽ മാക്സിമം. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ മാക്സിമം ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമയാണെങ്കിൽ നമ്മളിപ്പം ഇന്റർഫറൻസിൽ പഠിച്ച മാതിരി ഇവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ നടക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുക. അപ്പൊ ഞാൻ പറയാണ്, ഇവിടെ 0 മുതൽ 12 വരെയുള്ള ലൈറ്റ് റേസ് ഒരു റണ്ണിങ് റേസിൽ പങ്കെടുക്കുകയാണ് സങ്കല്പിക്കുക. റണ്ണിങ് റേസിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ റണ്ണിങ് റേസിൽ വിന്നർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം തോന്നും ഈ ഒരു റണ്ണിങ് റേസിൽ 6th ലൈറ്റ് റേ ആയിരിക്കും വിന്നർ എന്നായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം തോന്നാം. കാരണം 6th ലൈറ്റ് റേക്കാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഈ റണ്ണിങ് റേസിൽ ഈ ലൈറ്റ് റേസ് എല്ലാം ഒരേ സമയത്താണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഇവിടെ എത്തുന്നതിൽ ആദ്യം എത്തുക 6th ലൈറ്റ് റേ ആണെന്ന് നിങ്ങൾ ചിലപ്പം വിചാരിക്കും. പക്ഷേ എല്ലാ ലൈറ്റ് റേസും ഒരേ ടൈമിലാണ് ഇവിടെ എത്തുക. അപ്പൊ ചോദിക്കണം, അതെങ്ങനെ എത്തുക സാറേ? 6th ലൈറ്റ് റേ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെയല്ലേ പോകുന്നത്, അപ്പൊ അതല്ലേ ആദ്യം എത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ശരിയാണ്. 6th ലൈറ്റ് റേ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. പക്ഷേ 6th ലൈറ്റ് റേക്ക് നമ്മളുടെ ലെൻസിലൂടെ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. പക്ഷെ 0th ലൈറ്റ് റേ എന്ത് ചെയ്യുന്ന ലെങ്തി ആയിട്ടുള്ള വഴിയാണ് എടുക്കുന്നതെങ്കിലും
എന്താണ് 0th ലൈറ്റ് റേക്ക് നമ്മളുടെ ലെൻസിലൂടെ വളരെ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. അതേമാതിരി തന്നെ 12th ലൈറ്റ് റേക്കും ലെൻസിലൂടെ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. അതുകൊണ്ട് ഡെൻസർ മീഡിയത്തിലൂടെ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് ഇവര് ഇവിടെ എത്തുമ്പോഴേക്കും എല്ലാ ലൈറ്റ് റേസും ഒരേ ടൈമിലാണ് ഫിനിഷ് ചെയ്യുക. സിൻസ് ഓൾ ദ ലൈറ്റ് റേസ് ആർ ഫിനിഷിംഗ് അറ്റ് ദ സെയിം ടൈം, അതുകൊണ്ട് ഇവരെല്ലാവരും കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. ഇവരെല്ലാവരും കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുമെങ്കിൽ ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എല്ലാ ലൈറ്റ് റേസും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്നത് കൊണ്ടാണ് സെൻട്രൽ മാക്സിമം ബ്രൈറ്റ് ആയിട്ട് കിട്ടുന്നത്. Therefore, this is the reason for the occurrence of central maxima. Central maxima ബ്രൈറ്റ് ആയിട്ട് കിട്ടാനുള്ള ആ ഒരു റീസൺ ഇതാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് സെൻട്രൽ മാക്സിമ ബ്രൈറ്റ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായി. സെൻട്രൽ മാക്സിമ ബ്രൈറ്റ് ആയിട്ട് കിട്ടുന്നതിനുള്ള ആ ഒരു റീസൺ നമ്മൾ മനസ്സിലാക്കി. ഇനി ഒക്കറൻസ് ഓഫ് സെൻട്രൽ മാക്സിമ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്നാല് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു speak about the occurrence of first minima. സെൻട്രൽ മാക്സിമ കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിമ വരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ ഒക്കറൻസ് ഓഫ് ഫസ്റ്റ് മിനിമ, അതാണ് നമ്മൾ ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഒക്കറൻസ് ഓഫ് ഫസ്റ്റ് മിനിമയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു സ്പീക്ക് അബൌട്ട് ദ ഒക്കറൻസ് ഓഫ് ഫസ്റ്റ് മിനിമ നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഒരു ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം. വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് എ ഡയഗ്രാം ജസ്റ്റ് ലൈക്ക് ദിസ്. അതായത് നമ്മളിവിടെ വരയ്ക്കും. I'm just drawing the slit over here. നമ്മളുടെ സ്ലിറ്റ് ഇവിടെ വരച്ചു. അതിനുശേഷം ആ സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് വരയ്ക്കും. സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസിനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ 0 മുതൽ 12 വരെയുള്ള ലൈറ്റ് റേസ് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണ് ഫസ്റ്റ് മിനിമ എന്ന് പറയുന്ന സെൻട്രലല്ലല്ലോ. ഫസ്റ്റ് മിനിമ എന്ന് പറയുന്നത് സെൻട്രൽ അല്ലെങ്കിൽ അവിടേക്ക് ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റ് റേസ് ആണ് ഫസ്റ്റ് മിനിമയിലേക്ക് വന്ന് വീഴുക. ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റ് റേസ് ആണ് ഫസ്റ്റ് മിനിമയിലേക്ക് വന്ന് വീഴുക. അങ്ങനെയാണെങ്കിൽ we could draw 12 diffracted light rays. നമുക്കിവിടെ 0 second light ray, 4th light ray, 6th light ray, 8th light ray, 10th light ray, അതേപോലെ 12th light ray. ഇത് ഞാൻ ഇവിടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തതുപോലെ തന്നെ 0 മുതൽ 12 വരെയുള്ള ലൈറ്റ് റേസിനെ എടുത്തു. 0 മുതൽ 12 വരെയുള്ള ലൈറ്റ് റേസിനെ എടുത്തു. ലെറ്റ്സ് കോൾ ഇറ്റ് 0, 2, 4, 6, 8, 10, 12. അപ്പൊ 0 മുതൽ 12 വരെയുള്ള ലൈറ്റ് റേസിനെ നമ്മൾ ഇവിടെ വെറുതെ ഇമാജിൻ ചെയ്തു. ഇത് ആക്ച്വലി ആയിട്ട് കുറേ ലൈറ്റ് റേസ് വരുന്നുണ്ട്. എന്തായാലും അതിൽ കുറച്ച് കൂടുതൽ ലൈറ്റ് റേസിന് എടുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എല്ലാ ലൈറ്റ് റേസും എന്ത് ചെയ്യുന്നുണ്ട്? ലെൻസിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളുടെ ഈ മെയിൻ ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ലെൻസിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റ് റേസ് എല്ലാം ഈ ലെൻസിലൂടെ പാസ് ചെയ്തിട്ട് ഒബ്വിയസ്ലി ദേ ആർ കൺവേർജിങ് ഓവർ ദ സ്ക്രീൻ. സ്ക്രീനെ ബ്ലാക്ക് കളറിൽ തന്നെ കാണിക്കാം. ദേ കൺവേർജിങ് ഓവർ ദ സ്ക്രീൻ. ഓക്കെ, ഈ ലൈറ്റ് റേസ് എല്ലാം സ്ക്രീനിൽ കൺവേർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് റേസ് എല്ലാം സ്ക്രീനിൽ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ we can draw it like this. ഇവരെല്ലാവരോടും സ്ക്രീനിൽ ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് കരുതും. all the light rays will converge like this. അങ്ങനെയാണ് ഇവരെല്ലാവരോടും ഇങ്ങനെ സ്ക്രീനിൽ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മിഡ് പോയിന്റിൽ നമുക്ക് സെൻട്രൽ മാക്സിമം ഉണ്ടാവും. ഇവിടെയാണ് നമ്മളുടെ ഫസ്റ്റ് മിനിമ ഉണ്ടാവുക. ഫസ്റ്റ് മിനിമ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മിനിമ എന്ന് പറയുമ്പോൾ മിനിമ ആണെങ്കിൽ അത് നമുക്ക് എന്തായാലും അറിയാം. മിനിമ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഡാർക്ക് ബാൻഡ് ആണ്. ഡാർക്ക് ബാൻഡ് ആണ്. അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നത്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എങ്ങനെയാണ് ഈ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുക എന്നുള്ളതിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ വരച്ച ഈ ഒരു ലൈനുകൾ വഴിയുള്ള പാത്ത് ഡിഫറൻസിന്റെ ഈ ഒരു ട്രയാങ്കിൾ ഇല്ലേ, ആ ട്രയാങ്കിൾ കൂടി നമ്മൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. ലെറ്റ്സ് ജസ്റ്റ് കൺസ്ട്രക്ട് ദാറ്റ് ട്രയാങ്കിൾ ഓവർ ഹിയർ. അങ്ങനെയാണെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഇത് നമ്മളുടെ അൺഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിനെ ഐ ആം ജസ്റ്റ് ഡ്രോയിങ് ഇറ്റ് ലൈക്ക് ദിസ്. ദിസ് ഇസ് അവർ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. അതായത് ഇവിടെ വരച്ച ഈ ഡയഗ്രാം ഇവിടെ വരച്ചു. ഈ ഒരു ആംഗിള് ഫസ്റ്റ് മിനിമയിലേക്ക് ഉണ്ടാവുന്ന ആംഗിൾ ആയതുകൊണ്ട് ഇതിനെ θ1 എന്ന് വിളിച്ചു. ഇവിടെ തീറ്റ ആണെങ്കിൽ ഇതിനെ θ1 എന്ന് വിളിച്ചു. കാരണം ഫസ്റ്റ് മിനിമയിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അതുകൊണ്ട് θ1 എന്ന് വിളിച്ചു. ഈ ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് പാത്ത് ഡിഫറൻസ്. ഇനി ഞാൻ പറയാണ്
ഈ ഫസ്റ്റ് മിനിമ വരാൻ വേണ്ട പാത്ത് ഡിഫറൻസ്, ഫസ്റ്റ് മിനിമ വരാൻ വേണ്ട പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. ഫസ്റ്റ് മിനിമ വരാൻ വേണ്ട പാത്ത് ഡിഫറൻസ് ലാംഡയാണെന്ന് പറയുകയാണെങ്കിൽ ഇന്റർഫറൻസിന് വ്യക്തമായി പഠിച്ച ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അവർ ചോദിക്കും, സാർ ഇവിടെ ഫസ്റ്റ് മിനിമയല്ലേ? ഫസ്റ്റ് മിനിമയാണ്. ഫസ്റ്റ് മിനിമയാണെങ്കിൽ ഇവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അല്ലേ നടക്കുന്നത്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നത്. പക്ഷെ സാർ ഇവിടെ പറഞ്ഞത് പാത്ത് ഡിഫറൻസ് ലാംഡയാണല്ലോ. ആണ്, പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. എന്താ പാത്ത് ഡിഫറൻസ് ലാംഡ ആയുള്ള കുഴപ്പം? പാത്ത് ഡിഫറൻസ് ലാംഡ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ അല്ലായിരുന്നു. ശരിയാണ്, ഇന്റർഫറൻസിൽ 0 ലാംഡ 2 ലാംഡ 3 ലാംഡ ഒക്കെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷനാണ്. പക്ഷെ ഇവിടെ ഇത് എന്താണ്? ഡിഫ്രാക്ഷൻ ആണ് അല്ലെ? ഇവിടെ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ ഇവിടെ പാത്ത് ഡിഫറൻസ് ലാംഡ വരുന്ന സമയത്ത് അവിടെ മിനിമയാണ് വരിക. എന്തുകൊണ്ടാണെന്നുള്ളതിനെ ഞാൻ വ്യക്തമായിട്ട് പറയാം. രണ്ട് ലൈറ്റ് റേസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ അവർ തമ്മിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരി തന്നെയാണ്, ശരി തന്നെയാണ്. ഇവിടെ രണ്ട് ലൈറ്റ് റേസ് അല്ല ഇന്റർഫിയർ ചെയ്യുന്നത്, കുറേ ലൈറ്റ് റേസ് ആണ്. ഇൻ ദ സിറ്റുവേഷൻ ദിസ് ഇസ് നോട്ട് ദ ഇന്റർഫറൻസ് ഓഫ് ടു സിംഗിൾ ലൈറ്റ് റേസ്, ഇറ്റ് ഇസ് ദ ഇന്റർഫറൻസ് ഓഫ് മെനി ലൈറ്റ് റേസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോ. 0th ലൈറ്റ് റേയും 12th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് അല്ലേ ലാംഡ? അതെ, 0th ലൈറ്റ് റേയും 12th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് ലാംഡ. അങ്ങനെയാണെങ്കിൽ 0th ലൈറ്റ് റേയും 6th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? 0th ലൈറ്റ് റേയും 6th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? ഈ ഒരു പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാംഡയുടെ പകുതി. കാരണം 12ന്റെ പകുതിയിലല്ല 6 നിൽക്കുന്നത്. ലാംഡയുടെ പകുതിയാണ്. ഇതിന്റെ പാത്ത് ഡിഫറൻസ് λ/2 ആയിരിക്കും അല്ലെ? 0th ലൈറ്റ് റേയും 12th ലൈറ്റ് റേയും തമ്മിലുള്ള ലീനിയർ സെപ്പറേഷൻ ലാംഡ ആണെങ്കിൽ 0th ലൈറ്റ് റേയും 6th ലൈറ്റ് റേയും തമ്മിലുള്ള ലീനിയർ സെപ്പറേഷൻ λ/2 ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. 0th ലൈറ്റ് റേയും 6th ലൈറ്റ് റേയും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്ത് സംഭവിക്കും? 0th ലൈറ്റ് റേയും 6th ലൈറ്റ് റേയും കണ്ടുമുട്ടുകയാണ്. അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 ആണ്. λ/2 പാത്ത് ഡിഫറൻസ് ഉള്ളത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. അതുകൊണ്ട് ഇവർ രണ്ടാളും തമ്മിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. ഓക്കെ, ഫൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലൈറ്റ് റേയും 8th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? 0th ലൈറ്റ് റേയും 6th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 ആണെങ്കിൽ സെക്കൻഡ് ലൈറ്റ് റേയും 8th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസും λ/2 ആയിരിക്കും. സെക്കൻഡ് ലൈറ്റ് റേയും 8th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസും λ/2 ആണെങ്കിൽ അവർ തമ്മിലും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് സ്ലിറ്റിലെ 0 മുതൽ 6 വരെ, അതായത് ഫസ്റ്റ് ഹാഫ്, ഈ ഫസ്റ്റ് ഹാഫിലുള്ള ഓരോ ലൈറ്റ് റേയും സെക്കൻഡ് ഹാഫിലുള്ള ഒരു ലൈറ്റ് റേയുമായിട്ട് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. കാരണം നോക്കി നോക്ക്, 0th ലൈറ്റ് റേയും 6th ലൈറ്റ് റേയും തമ്മിൽ പാത്ത് ഡിഫറൻസ് λ/2 ആണ്. അവർ തമ്മിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. സെക്കൻഡ് ലൈറ്റ് റേയും 8th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 ആണ്. അവർ തമ്മിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. ചുരുക്കി പറഞ്ഞാൽ each light ray in the first half will undergo destructive interference with those light rays in the second half. അതുകൊണ്ട് the total destructive interference will occur, and as a result of that we will get a minima over here. As a result of that, a total destructive interference will occur. As a result of that, we will get a minima over here. ഇതാണ് മിനിമ വരാനുള്ള കണ്ടീഷൻ. മിനിമ വരാനുള്ള കണ്ടീഷൻ. അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നതിനാല് നമുക്ക് ഫസ്റ്റ് മിനിമ കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി, ഓ അതുകൊണ്ടാണല്ലേ നമ്മളുടെ പാത്ത് ഡിഫറൻസ് ലാംഡ ആയത്. പാത്ത് ഡിഫറൻസ് ലാംഡ ആയിട്ടുണ്ടെങ്കിൽ 0യും 12ഉം നമ്മളുടെ പാത്ത് ഡിഫറൻസ് ആണ് ലാംഡ. പക്ഷെ 0യും 6ഉം നമ്മളുടെ പാത്ത് ഡിഫറൻസ് λ/2 ആയതുകൊണ്ട് ഓരോ ലൈറ്റ് റേസ് ഫസ്റ്റ് ഹാഫിലുള്ളത് λ/2 പാത്ത് ഡിഫറൻസ് ഉള്ള ആളുകൾ സെക്കൻഡ് ഹാഫിൽ ഉണ്ടാകുന്നതുകൊണ്ട് അവർ തമ്മിൽ അടിപിടി കൂടിയിട്ട് ഇല്ലാണ്ടായി പോകും. Therefore, that's the reason why ഫസ്റ്റ് മിനിമാസ് ഒക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് മിനിമ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. സെൻട്രൽ മാക്സിമ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കി. ഫസ്റ്റ് മിനിമ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമുക്ക് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. Therefore, in order to understand the occurrence of first secondary maxima, നമ്മൾ ഇതേപോലെ തന്നെ പ്രൊസീഡ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയുടെ ഒക്കറൻസിനെയും പറയാം. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയുടെ ഒക്കറൻസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ ഡ്രോ ദ സ്ലിറ്റ് ഓവർ ഹിയർ. നമ്മൾ സ്ലിറ്റ് വരച്ചു. ആൻഡ് ലെറ്റ്സ് ഡ്രോ ദ സ്ക്രീൻ ഓവർ ഹിയർ. സ്ക്രീനും വരച്ചു.
ആയിക്കോട്ടെ. ഇനി ഇതില് നമുക്ക് എന്ത് ചെയ്യണം? ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് തന്നെയാണ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയിൽ വന്ന് വീഴുക, വളഞ്ഞിട്ടുള്ള ലൈറ്റ് റേസ് തന്നെയാണ്. അതുകൊണ്ട് ഇൻ ദിസ് കേസ് ഓൾസോ വി ആർ കൺസിഡറിങ്, നമ്മൾ ഇവിടെയും കാര്യങ്ങൾ ഒന്ന് വ്യക്തമായി പറയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യും? 0th ലൈറ്റ് റേ, സെക്കൻഡ് ലൈറ്റ് റേ, 4th ലൈറ്റ് റേ, 6th ലൈറ്റ് റേ, 8th light ray, 10th light ray and 12th light ray. അങ്ങനെയാണെങ്കിൽ 0 മുതൽ 12 വരെയുള്ള ലൈറ്റ് റേസിനെ നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്തു. 0 മുതൽ 12 വരെയുള്ള ലൈറ്റ് റേസിനെ we are considering here also. And after considering the 0 to 12 light rays over here, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ let's call this light ray 0, 2nd, 4th, 6th, 8th, 10th and 12th. ഇവരെല്ലാവരും കൂടി നമ്മളുടെ ലെൻസിലൂടെ പാസ് ചെയ്യും. ലെൻസിലൂടെ പാസ് ചെയ്തിട്ട് സ്ക്രീനിന്റെ മേലെ വന്ന് വീഴും. സ്ക്രീനിന്റെ മേലെ വന്ന് വീഴുകയാണെങ്കിൽ let me just draw them like this. ഈ ഡയഗ്രാം നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, ഞാൻ പറയാം ഏതൊക്കെ ഡയഗ്രാം നിങ്ങൾ എക്സാമിൽ വരയ്ക്കണം, ഏതൊക്കെ ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണെന്നുള്ളത് ഞാൻ അവസാനം പറയാം കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇവിടെ വന്ന് വീഴും. അതായത് ഇവിടെ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നടുവിൽ ആരുണ്ടാവും? നമ്മുടെ CM ഉണ്ടാവും. അതിനുശേഷം നമ്മളുടെ ആരുണ്ടാവും? ഫസ്റ്റ് മിനിമം ഉണ്ടാവും, ഫസ്റ്റ് മിനിമം. അതിനുശേഷമാണ് നമ്മളുടെ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം വന്നിട്ടുണ്ടാവുക. സെൻട്രൽ മാക്സിമം കഴിഞ്ഞു, ഫസ്റ്റ് മിനിമം കഴിഞ്ഞു, പിന്നെയാണ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം വന്നിട്ടുണ്ടാവുക. അതായത് ഇവിടെ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ഉണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയാനാണ്. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ if I have to speak about that, നമ്മൾ ഇവിടെ നമ്മളെ മറ്റേ സിറ്റുവേഷനിൽ ചെയ്ത മാതിരി തന്നെ നമ്മളുടെ ഈ ഒരു ട്രയാങ്കിൾ ഇല്ലേ, ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിലെ നമ്മളുടെ അൺഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ് ഇത് അല്ലെ. നമ്മളുടെ അൺഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ഞാൻ കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് വയ്ക്കട്ടെ. Here this is our undifracted wave front. Undifracted wave front ഇവിടെ ഉണ്ട്, ആയിക്കോട്ടെ. Undifracted wave front ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് അടുത്തതായിട്ട് ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്, ഈ ഒരു സാധനം, നമ്മളുടെ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിനെ we could draw it like this. ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ഇവിടെയും ഉണ്ട്. ഇനി നമുക്ക് അൺഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ θ1 എന്ന് കൊടുക്കട്ടെ. കാരണം എന്താ പറഞ്ഞാല് നമ്മൾ ഇതിന് θ1 എന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെ θ1 എന്ന് കൊടുത്തു. θ1. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെയാണ് θ1 എന്നൊക്കെ ആക്കി. ഈ ഒരു ലീനിയർ സെപ്പറേഷൻ നമ്മളുടെ പാത്ത് ഡിഫറൻസ് ആണ്. ഈ പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാണ്, അത് 3λ/2 ആയിരിക്കും. ഫസ്റ്റ് മിനിമ വരണമെങ്കിലുള്ള പാത്ത് ഡിഫറൻസ് 3λ/2. ഇനി പറയുന്ന കാര്യങ്ങളാണ് ട്രിക്കി ആയിട്ടുള്ളത്, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ വരണമെങ്കിലുള്ള പാത്ത് ഡിഫറൻസ് 3λ/2. ഫസ്റ്റ് മിനിമം വരാനുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ എന്നല്ല ഞാൻ പറഞ്ഞത്. അതേമാതിരി ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം വരണമെങ്കിലുള്ള പാത്ത് ഡിഫറൻസ് 3λ/2 ആണ്. അപ്പൊ ചോദിക്കുകയാണ്, അല്ല സാർ ഈ 3λ/2 പാത്ത് ഡിഫറൻസ് വന്നതുകൊണ്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ ഞാൻ ഈ ട്രയാങ്കിളിനെ ഒന്നുകൂടി വലുതാക്കി ഇവിടെ വരയ്ക്കുകയാണ്. ഐ എം ജസ്റ്റ് റീകൺസ്ട്രക്ടിങ് ദ ട്രയാങ്കിൾ ഓവർ ഹിയർ. നമുക്ക് ആ ട്രയാങ്കിളിനെ ഒന്നുകൂടി വലുതാക്കി ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഇസ് അവർ ട്രയാങ്കിൾ ദാറ്റ് വി ആർ ഹാവിങ്. ഈ ട്രയാങ്കിളിൽ ഈ ആംഗിള് θ1 ആയിരുന്നു. ഇതാണ് നമ്മളുടെ 3λ/2. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ 0 ഉള്ളത്, ഇവിടെയാണ് 12 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നമ്മളുടെ 4 ഉണ്ടാവും അല്ലെ, ഇവിടെ എവിടെയെങ്കിലും നമ്മളുടെ 8 ഉണ്ടാവും, പിന്നെ 6 ഉണ്ടാവും, 12 ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 0, 4, 6, 0, 2, 4, 6, 8, 10, 12 എന്നൊക്കെ ഉള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ മാർക്ക് ചെയ്തു. ഞാൻ നോക്കിക്കട്ടെ, ഇവിടെ 3λ ആണെങ്കിൽ 3λ/2 ആണെങ്കിൽ 3λ/2 ആണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം λ/2
ഇവിടെ നിന്ന് ഇവിടെ വരെ λ/2 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ലാംഡ, പിന്നെ 3 λ/2. നോക്കി നോക്ക്, 0 നിന്ന് ഒരു λ/2 കൂട്ടിയിട്ടുണ്ട്, λ/2. പിന്നെ λ/2ന്റെ കൂടെ പിന്നെയും ഒരു λ/2 കൂട്ടിയ ലാംഡ, പിന്നെയും ലാംഡയുടെ കൂടെ ഒരു λ/2 കൂടി കൂട്ടിയ 3 λ/2. അപ്പൊ ഇങ്ങനെ എഴുതിക്കൂടെ? നമുക്ക് ഇവിടെ ഇത് ലാംഡയാണ്, 6th λ/2 ഇതുമാതിരി. ഇവിടെ 3 λ/2 ആണെങ്കിൽ ഇതിനെ λ/2, ഇതിനെ ലാംഡ, അത് 3 λ/2 എന്നൊക്കെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതാ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പാത്ത് ഡിഫറൻസ് 3 λ/2 ആണ്. പാത്ത് ഡിഫറൻസ് 3 λ/2 ആണെങ്കിൽ നമ്മളുടെ ഈ കംപ്ലീറ്റ് സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഇല്ലേ, അത് 3 ചേരിയായിട്ട് തിരിയും. 3 ചേരിയായിട്ട് തിരിയും. 3 ചേരിയായിട്ട് തിരിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നറിഞ്ഞാല് ഫസ്റ്റ് ഹാഫിലുള്ള ലൈറ്റ് റേസ് സെക്കൻഡ് ഹാഫിലുള്ള ലൈറ്റ് റേസുമായിട്ട് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. കാരണം ഫസ്റ്റ് ഹാഫിലുള്ള ലൈറ്റ് റേസിൽ 0th ലൈറ്റ് റേയും 4th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഇവിടെ നോക്ക്. 0th ലൈറ്റ് റേയും 4th ലൈറ്റ് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? ഇത് 0 ആണ്, ഇത് λ/2 അല്ലേ, λ/2 അല്ലേ. ഇവിടെ ഞാൻ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതാത്തത്. ഇവിടെ നോക്കിയത് λ/2 ആണ്. 0th ലൈറ്റ് റേയും 4th ലൈറ്റ് റേയും തമ്മിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. അതേപോലെ തന്നെ സെക്കൻഡ് ലൈറ്റ് റേയും 6th ലൈറ്റ് റേയും തമ്മിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഹാഫിലുള്ള ഓരോ ലൈറ്റ് റേസും സെക്കൻഡ് ഹാഫിലുള്ള ഒരു ലൈറ്റ് റേയുമായിട്ട് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. അതായത് അവർ തമ്മിൽ ഇല്ലാണ്ടാവും, കമ്പൈൻ ചെയ്തിട്ട് ഇല്ലാണ്ടാവും. പക്ഷേ ഈ തേർഡ് ഹാഫിലുള്ള ലൈറ്റ് റേസ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. ഈ തേർഡ് ഹാഫിലുള്ള ലൈറ്റ് റേസ് മുഴുവൻ ഇവിടെ ഇന്റൻസിറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മൊത്തം ലൈറ്റിന്റെ ലൈറ്റ് റേസ് 3ആയിട്ട് തിരിഞ്ഞിട്ട് അതിലുള്ള 2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടി ഇല്ലാണ്ടായി 3-1 ഭാഗം മാത്രമാണ് ഇവിടെ എത്തിയത്. അപ്പം മൊത്തം ലൈറ്റിന്റെ 1/3 ഓഫ് ലൈറ്റ് ആണ് ഇവിടെ എത്തുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയുടെ ഇന്റൻസിറ്റി കുറയുന്നത്. ഇനി നിങ്ങൾ നോക്കി നോക്കൂ, ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ സെക്കൻഡ് മിനിമം ഉണ്ട്. സെക്കൻഡ് മിനിമയുടെ കേസിൽ പാത്ത് ഡിഫറൻസ് ഫോർ സെക്കൻഡ് മിനിമ പാത്ത് ഡിഫറൻസ് ഞാൻ പറയട്ടെ 2 ലാംഡ ആയിരിക്കും. സെക്കൻഡ് മിനിമയുടെ സിറ്റുവേഷനിൽ പാത്ത് ഡിഫറൻസ് 2 ലാംഡ ആയിരിക്കും. അതായത് ലാംഡ കഴിഞ്ഞാൽ പിന്നെ 3 λ/2, 3 λ/2 കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അടുത്തത് വരണമെങ്കിൽ 2 ലാംഡ. ഈ 2 ലാംഡ ആവുന്ന സമയത്ത് നമ്മളുടെ കംപ്ലീറ്റ് സ്ലിറ്റ് λ/2 എത്ര കഷ്ണാക്കി മാറ്റാം? 2 ലാംഡേനെ λ/2 എത്ര കഷ്ണാക്കി മാറ്റാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ λ/2 4 കഷ്ണാക്കി മാറ്റാം. ആ 4 കഷ്ണത്തിൽ ഫസ്റ്റും സെക്കൻഡും ഹാഫിലുള്ള ലൈറ്റ് റേസ് എന്ത് ചെയ്യും? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ചെയ്ത് ഇല്ലാണ്ടായി പോകും. തേർഡ് ഹാഫിലും 4th ഹാഫിലുള്ള ലൈറ്റ് റേസും അതേമാതിരി തന്നെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ചെയ്ത് ഇല്ലാണ്ടായി പോകും. അതായത് ഏതെങ്കിലും ലൈറ്റ് അവിടെ പോയി വീഴോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. കാരണം എന്താ? 2 ലാംഡ ആയതുകൊണ്ട് തന്നെ the light rays in the first and second half it is undergoing destructive interference. അതേപോലെ തന്നെ തേർഡും 4th ഹാഫിലുള്ള ലൈറ്റ് റേസ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആക്കും. അങ്ങനെയാണ് സെക്കൻഡ് മിനിമം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിനിമം വരുന്നത്. അപ്പൊ ചോദിക്കുകയാണല്ല സെക്കൻഡ് സെക്കൻഡറി മാക്സിമം വരുന്നോ? സെക്കൻഡ് സെക്കൻഡറി മാക്സിമനെ ഞാൻ വെറുതെ ഇവിടെ ഒരു ഡയഗ്രത്തിലൂടെ ഒക്കെ വരച്ച് കാണിക്കുകയാണെങ്കിൽ സെക്കൻഡ് സെക്കൻഡറി മാക്സിമയുടെ കേസിലുള്ള നമ്മൾ ആ ട്രയാങ്കിൾ ആണല്ലോ നമ്മൾ വരച്ച് കാണിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതിന്റെ കേസിലുള്ള ഈ ഒരു പാത്ത് ഡിഫറൻസ് 5 λ/2 ആയിരിക്കും. ദ പാത്ത് ഡിഫറൻസ് ഫോർ സെക്കൻഡ് സെക്കൻഡറി മാക്സിമ വിൽ ബി 5 λ/2. 5 λ/2 ആണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ 5 λ/2 ആണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ നമ്മളുടെ സ്ലിറ്റിനെ നമ്മൾ 1, 2, 3, 4, 5 ഈക്വൽ ഹാഫ് ആയിട്ട് മാറ്റും. ഫസ്റ്റ് ഹാഫിലുള്ള ലൈറ്റ് റേസ് സെക്കൻഡ് ഹാഫിലുള്ള ലൈറ്റ് റേസുമായിട്ട് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടന്നു പോകും. തേർഡ് ഹാഫിലുള്ള ലൈറ്റ് റേസ് 4th ഹാഫിലുള്ള ലൈറ്റ് റേസുമായിട്ട് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. ഈ 5th ഹാഫിലുള്ള ലൈറ്റ് റേസിന് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാൻ വേണ്ടി 6th ഹാഫിലെ ലൈറ്റ് റേസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ മൊത്തം 5 കഷ്ണങ്ങളാക്കി മാറ്റിയ ലൈറ്റ് റേസിന്റെ സിറ്റുവേഷനിലെ 5-1 ഭാഗം ഇവിടെ വന്ന് വീഴും. അതായത് all these 4 halves light rays will undergo destructive interference, that is they will be getting cancelled. Only 1/5 of light ഇവിടെ വന്നു വീഴും. അപ്പൊ ചോദിക്കുക, അതുകൊണ്ടാണല്ലേ 1/5 ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നതിനോണ്ടാണല്ലേ സെക്കൻഡ് സെക്കൻഡറി മാക്സിമക്ക് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമേനേക്കാൾ ഇന്റൻസിറ്റി കുറവായത്, അതായത് തെളിച്ചം കുറവായത് ആണ്. അതിനുശേഷം തേർഡ് സെക്കൻഡറി മാക്സിമയിൽ അപ്പോൾ 1/7 ഓഫ് ലൈറ്റ് റേസ് ആയിരിക്കും വന്ന് വീഴാം.
അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ഡിഫ്രാക്ഷന്റെ മീനിങ് വേവ് തിയറി ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ പറയണം. അപ്പൊ നമുക്ക് ഡിഫ്രാക്ഷന്റെ ഒരു മീനിങ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഡു ദ മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ. ഇതിന്റെ മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, നമ്മള് വി ആർ ഗോയിങ് ഫോർ ദ എക്സ്പ്ലനേഷൻ ഫോർ മിനിമ. മിനിമക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മിനിമയാണ് നമ്മൾ ഫസ്റ്റത്തെ എടുക്കുന്നത്. ഫസ്റ്റ് മിനിമയുടെ സിറ്റുവേഷൻ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർ ഫസ്റ്റ് മിനിമ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് മിനിമ നമുക്കറിയാം ദ പാത്ത് ഡിഫറൻസ് ഷുഡ് ബി ലാംഡ. ഇഫ് പാത്ത് ഡിഫറൻസ് ഇസ് ലാംഡ, നമ്മളൊരു സെന്റൻസ് എഴുതണം. The whole light rays in the slit can be divided into two equal halves, of which each light ray in the first half will undergo destructive interference with those in the second half. Each light ray in the first half will undergo destructive interference with those in the second half. അതുകൊണ്ടാണ് മിനിമ കിട്ടുന്നത്. അപ്പൊ പാത്ത് ഡിഫറൻസ് ലാംഡയാണ് ഫസ്റ്റ് മിനിമക്ക്. ഇനി നമ്മളുടെ ഈ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഈ ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാം പാത്ത് ഡിഫറൻസിന് നമ്മൾ ഡി സൈൻ തീറ്റ എന്നുള്ള എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് മിനിമയുടെ കേസിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്നല്ല പറഞ്ഞത്, θ1 അല്ലെ. അതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാന്നാല് വി കുഡ് റൈറ്റ് സിൻസ് വി ആർ ഹാവിങ് path difference is equal to d sin theta. d sin theta എന്നുള്ള ഒരു ജനറൽ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പാത്ത് ഡിഫറൻസിന്. അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് പറയാന്നാൽ വി കുഡ് സേ ദ പാത്ത് ഡിഫറൻസ് ഫോർ ഫസ്റ്റ് മിനിമ ഇറ്റ് ഇസ് d sin θ1. ജനറൽ എക്സ്പ്രഷൻ d sin θ ആണ്, പക്ഷേ ഫസ്റ്റ് മിനിമയുടെ കേസിലുള്ള ആംഗിൾ θ1 ആയതുകൊണ്ട് പാത്ത് ഡിഫറൻസ് d sin θ1 ആണ്. അപ്പം പാത്ത് ഡിഫറൻസ് ഇസിക്കൽ ലാംഡയും പാത്ത് ഡിഫറൻസ് ഇസിക്കൽ d sin θ1 രണ്ടും കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, we are combining these two, നമുക്ക് എന്ത് ചെയ്യാം, therefore lambda is equal to d sin θ1 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ഇതിൽ നിന്ന് sin θ1 is equal to lambda by d. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരെ നമുക്ക് ഉണ്ടാക്കാം. ആർക്ക്? ഫസ്റ്റ് മിനിമക്ക് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ then what will be the explanation for second minimum? ഇതേ രീതിയിൽ നമ്മൾ സെക്കൻഡ് മിനിമക്കാണ്. സെക്കൻഡ് മിനിമക്കുള്ള എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ സെക്കൻഡ് മിനിമയുടെ കേസിൽ നമ്മൾ പാത്ത് ഡിഫറൻസ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സെക്കൻഡ് മിനിമയുടെ കേസിൽ നമ്മൾ പാത്ത് ഡിഫറൻസ് കുറച്ചു മുന്നേ പറഞ്ഞു. പാത്ത് ഡിഫറൻസ് ഇസ് 2 ലാംഡ അല്ലെ. 2 ലാംഡ ആവുന്ന സമയത്ത് സ്ലിറ്റ് 4 ഈക്വൽ ഹാഫ് ആവും. ഫസ്റ്റും സെക്കൻഡും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും, തേർഡും ഫോർത്തും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ സെക്കൻഡ് മിനിമ. സെക്കൻഡ് മിനിമയുടെ കേസിൽ പാത്ത് ഡിഫറൻസ് 2 ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാത്ത് ഡിഫറൻസിന് വേറൊരു സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ഡി സൈൻ θ2 എന്ന് പറയാൻ പറ്റും. കാരണം സെക്കൻഡ് മിനിമയുടെ കേസിൽ ഫസ്റ്റ് മിനിമയുടെ കേസിലുള്ള ആംഗിളിന് θ1 എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് മിനിമയുടെ കേസിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് θ2 എന്ന് പറയാം. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഡി സൈൻ θ2 എന്ന് പറയാം. therefore d sin θ2 is equal to 2 ലാംഡ എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സൈൻ θ2 is equal to 2 lambda divided by d. This is the explanation for the second minimum. അങ്ങനെയാണെങ്കിൽ ഫോർ തേർഡ് മിനിമം എന്തായിരിക്കും? ഞാൻ ഇവിടെ എഴുതട്ടെ. അങ്ങനെയാണെങ്കിൽ ഫോർ തേർഡ് മിനിമയുടെ സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാൽ തേർഡ് മിനിമയുടെ കേസിൽ അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ ഡി സൈൻ θ3 നമ്മൾ ഇവിടെ ഈ സ്റ്റെപ്പ് എഴുതാണ്. ഡി സൈൻ θ3 ഇസിക്കൽ എന്താ? 2 ലാംഡ എന്നാണോ 3 ലാംഡ എന്നാണോ? ലാംഡ എന്നാണോ? ഇതുണ്ട് ഇവിടെ തേർഡ് മിനിമം ആയതുകൊണ്ട് 3 ലാംഡ അല്ലെ. ലാംഡ കഴിഞ്ഞാൽ 2 ലാംഡ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത തേർഡ് മിനിമയുടെ കേസിലുള്ള പാത്ത് ഡിഫറൻസ് 3 ലാംഡ ആയിരിക്കും. അങ്ങനെയാണ് ഡി സൈൻ θ3 ഇസിക്കൽ 3 ലാംഡ എന്ന് കിട്ടും. അങ്ങനെയാണ് സൈൻ θ3 ഇസിക്കൽ ടു 3 ലാംഡ ഡിവൈഡ് ബൈ ഡി. അങ്ങനെയാണ് തേർഡ് മിനിമയുടെ കേസിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. അങ്ങനെയാണ് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. തേർഡ് മിനിമയുടെ കേസിൽ എങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മളൊന്ന് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ വി ആർ ജനറലൈസിങ് ദാറ്റ് ഇസ് ഫോർ nth മിനിമയുടെ കേസിലാണെങ്കിലോ nth മിനിമയുടെ കേസിലാണ് അപ്പം സൈൻ θn is equal to എന്ത് എഴുതാം? സൈൻ θ3 ആണ് 3 ലാംഡ ബൈ ഡി, സൈൻ θ2 ആണ് 2 ലാംഡ ബൈ ഡി. അപ്പൊ സൈൻ θn ആണെങ്കിൽ n ലാംഡ ഡിവൈഡ് ബൈ ഡി.
Therefore, this is one important expression that we have to remember for nth minima in diffraction. Diffraction nth minima ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ സ്ഥിരമായിട്ട് ഒപ്റ്റിക്സിൽ ചെയ്യുന്ന ഒരു അപ്രോക്സിമേഷൻ, ഇവിടെ ഈ θ1 ആയിക്കോട്ടെ, θ2 ആയിക്കോട്ടെ, θ3 ആയിക്കോട്ടെ, θn ആയിക്കോട്ടെ, അതെല്ലാം ആക്ച്വലി വളരെ ചെറുതായിരിക്കും. നിങ്ങൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ വളരെ ചെറിയൊരു ഭാഗത്താണ് ഉണ്ടാവുക. സ്ലിറ്റ് തമ്മിലുള്ള ദൂരം, സ്ക്രീൻ തമ്മിലുള്ള ദൂരം ഭയങ്കര വലുതായിരിക്കും. ഈ ആംഗിൾ ഒക്കെ വളരെ ചെറുതായിരിക്കും. ആംഗിൾ ഒക്കെ വളരെ ചെറുതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആംഗിൾ ഇസ് വെരി സ്മോൾ, θn ഇസ് ഓൾസോ വെരി സ്മോൾ. θn വെരി സ്മോൾ ആണെങ്കിൽ therefore sin θn could be approximated as θn. നമ്മൾ ആംഗിൾ വളരെ ചെറുതാണ്, സൈൻ ഓഫ് ആംഗിളിനെ അപ്രോക്സിമേറ്റ്ലി ആംഗിൾ ആയിട്ട് എഴുതാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ therefore θn is equal to n lambda divided by d എന്നും എഴുതാൻ പറ്റും. അപ്പം ആംഗുലാർ വിഡ്ത്ത് ഓഫ് nth മിനിമേനെ n lambda divided by d എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിഫ്രാക്ഷന്റെ കേസിലുള്ള ആംഗുലാർ വിഡ്ത്ത് ഓഫ് nth മിനിമ, θn ആരാണ്? ഇറ്റ് ഇസ് ദ ആംഗുലാർ വിഡ്ത്ത് ഓഫ് nth മിനിമ. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ മിനിമയുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. Now we have explained the reason for the occurrence of minima and we have formulated the equations for the minima situation. മിനിമയുടെ കേസിലുള്ള സിറ്റുവേഷൻ ഒക്കെ എന്താണ് ഇക്വേഷൻ ഒക്കെ ഒബ്റ്റെയിൻ ചെയ്തു. ഇതേ രീതിയിൽ നമുക്ക് ഇനി സെക്കൻഡറി മാക്സിമാസിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. എന്താണ് സെക്കൻഡറി മാക്സിമ? അതായത് സെൻട്രൽ മാക്സിമ കഴിഞ്ഞിട്ടുള്ള എല്ലാ മാക്സിമാസിനെയും നമ്മൾ സെക്കൻഡറി മാക്സിമാസ് ആണ് വിളിക്കുക. അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പ്ലനേഷൻ ഫോർ സെക്കൻഡറി മാക്സിമ. സെക്കൻഡറി മാക്സിമാസിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയുടെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു? പാത്ത് ഡിഫറൻസ് എത്ര ആയിരിക്കണം എന്ന് പറഞ്ഞു? പാത്ത് ഡിഫറൻസ് 3 λ/2. ഫോർ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ ദ പാത്ത് ഡിഫറൻസ് ഷുഡ് ബി 3 λ/2 അല്ലെ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ the path difference for first secondary maxima it is 3 λ/2. path difference 3 λ/2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? path difference 3 λ/2 ആണെങ്കിൽ we have to say, നമുക്ക് path difference ന് വേറൊരു എക്സ്പ്രഷൻ പഠിച്ചിട്ടില്ലേ? എന്ത്? d sin theta എന്നല്ലേ നമ്മൾ ജനറൽ എക്സ്പ്രഷൻ ആയിട്ട് പഠിച്ചത് path difference ന്. we have learned the general expression as d sin theta. പക്ഷേ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയുടെ കേസിലുള്ള ആംഗിളിനെ നമ്മൾ θ1' എന്നാണ് കൊടുത്തത് അല്ലെ? θ1 എന്ന് പറയുന്നത് ഫസ്റ്റ് മിനിമം കൊടുത്തു പോയതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയുടെ ആംഗിളിനെ θ1' എന്നാണ് കൊടുത്തത്. അതുകൊണ്ട് യു കുഡ് സേ ഇവിടെ പാത്ത് ഡിഫറൻസ് d is equal to, അല്ലെ, പാത്ത് ഡിഫറൻസ് pd is equal to d sin θ1' എന്ന് കൊടുക്കാം. കാരണം ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ d sin θ1' is equal to 3 λ/2. നമ്മളിതാ കുറച്ച് മുന്നേ ഇവിടെ ചെയ്ത അതേ രീതിയിൽ തന്നെ രണ്ട് പാത്ത് ഡിഫറൻസിനും കൂടി ഇക്വേറ്റ് ചെയ്തു. ഇതിൽ നിന്ന് sin θ1' is equal to 3 λ divided by 2d. We are getting an expression like this. Sin θ1' 3 λ divided by 2d എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആരെ എക്സ്പ്ലെയിൻ ചെയ്തു? ഫസ്റ്റ് സെക്കൻഡറി മാക്സിമേനെ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെയാണ് ഇതേ രീതിയിൽ നമ്മളോട് ചോദിക്കുകയാണ് അപ്പൊ സെക്കൻഡ് സെക്കൻഡറി മാക്സിമ എങ്ങനെയാണ് കിട്ടുക? സെക്കൻഡ് സെക്കൻഡറി മാക്സിമക്ക് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? കുറച്ച് മുന്നേ ഇവിടെ പറഞ്ഞു. സെക്കൻഡ് സെക്കൻഡറി മാക്സിമക്ക് പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കാം? 5 λ/2 എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഫോർ ദ ഒക്കറൻസ് ഓഫ് സെക്കൻഡ് സെക്കൻഡറി മാക്സിമ വി നോ ദ പാത്ത് ഡിഫറൻസ് ഇസ് 5 λ/2. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? d sin സെക്കൻഡ് സെക്കൻഡറി മാക്സിമയുടെ പാത്ത് ഡിഫറൻസിനെയാണ് sin θ2' എന്ന് പറഞ്ഞു. കാരണം ഫസ്റ്റ് തന്നെ θ1' എന്ന് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് തന്നെ θ2'. അപ്പം d sin θ2' is equal to 5 λ/2 എന്ന് കിട്ടി. അതിൽ നിന്ന് sin θ2' is equal to 5 λ divided by 2d എന്നും കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് സൈൻ ഓഫ് θ2' കണ്ടുപിടിച്ചു. ഇനി ഇതേ രീതിയിൽ നമ്മൾ തേർഡ് സെക്കൻഡറി മാക്സിമം കണ്ടുപിടിക്കുകയാണെങ്കിലോ? if we are finding out the explanation for the third secondary maxima,
തേർഡ് സെക്കൻഡറി മാക്സിമം നിങ്ങളിൽ ചില ആൾക്കാർക്ക് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടോ. അപ്പൊ ഇതിനെ നമ്മൾ നേരെ ഇവിടെ എഴുതുകയാണെങ്കിൽ d sin theta 3 dash is equal to 3 lambda by 2 കഴിഞ്ഞാൽ പിന്നെ 5 lambda by 2, 5 lambda by 2 കഴിഞ്ഞാൽ പിന്നെ ആരാ, യെസ് 7 lambda by 2. അങ്ങനെയാണെങ്കിൽ sin theta 3 dash is equal to 7 lambda divided by 2d എന്ന് എഴുതിക്കൂടെ, എഴുതാം. അപ്പൊ ഇതിനെ 7 lambda divided by 2d എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മൾ ജനറലൈസ് ചെയ്യാം. ഫോർ nth secondary maximum, for nth secondary maximum എന്ത് കിട്ടും ചോദിച്ചു. ഫോർ nth secondary maximum നമുക്ക് എന്ത് കിട്ടുന്നതാണ്, sin theta n dash, sin theta n dash എന്ന് പറയുന്നതിനെ 3 lambda by 2, 5 lambda by 2, 7 lambda by 2 അങ്ങനെ പോയിട്ട് നമ്മൾ nth എഴുതുകയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതട്ടെ 2n plus 1 lambda divided by 2d. ശരിയാണോ നോക്കാം. ശരിയാണോ നോക്കണമെങ്കിൽ ഇവിടെ n-ന് പകരം 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടണം. നമുക്ക് കൊടുത്തു നോക്കാം. n-ന് പകരം 1 എന്ന് കൊടുക്കുകയാണ് 2 into 1 2, 2 plus 1 3, 3 lambda divided by 2d. ശരിയല്ലേ. n-ന് പകരം 2 കൊടുക്കുകയാണെങ്കിൽ 2 into 2 4, 4 plus 1 5, 5 lambda divided by 2d. അപ്പം ഇങ്ങനെ കിട്ടും അല്ലേ. ശരിയാണ്. അപ്പം sin theta n dash is equal to നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഇതേപോലെ തന്നെ ഈ തീറ്റ എൻ ഡാഷ് എന്ന് പറയുന്ന ആളും വലുതായിരിക്കോ ചെറുതായിരിക്കും, തീറ്റ എൻ ഡാഷ് എന്ന് പറയുന്ന ആളും ആക്ച്വലി വളരെ ചെറുതായിരിക്കും. If theta n dash is also very small, we could do an approximation. Therefore, theta n dash is approximately equal to sin theta n dash. നമുക്ക് sin theta n dash നെ theta n dash നെ approximately equal എന്ന് പറയാം. കാരണം എന്താ, theta n dash വളരെ ചെറുതാണ്. Therefore ഈ ഇക്വേഷൻ നമുക്ക് എന്ത് മാറ്റിയതാം, this equation could be rearranged as theta n dash is equal to 2n plus 1 lambda divided by 2d. We are getting an expression like this. Therefore, this is the successful explanation of the angular width of the nth minimum. Angular width of nth minimum നമുക്ക് ദാ ഇങ്ങനെ ഒരു explanation കൊടുക്കാൻ പറ്റും. Therefore, angular width of nth minimum is equal to 2n plus 1 lambda divided by 2d. We are getting an explanation like this. This is the angular width for the nth minima. അപ്പം ഇങ്ങനെ നമുക്ക് explanation for minimum, explanation for secondary maximum ആയി. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിൽ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേണുകളിലെ ഒരു എക്സ്പെരിമെന്റും ആ എക്സ്പെരിമെന്റിന് സ്ക്രീനിന്റെ മേലെ കിട്ടിയത് എങ്ങനെയാണ്, ആ സ്ക്രീനിന്റെ മേലെ കിട്ടിയ സെൻട്രൽ മാക്സിമം എന്തുകൊണ്ട് വന്നു, പിന്നെ മിനിമാസ് എന്തുകൊണ്ട് വന്നു, പിന്നെ ഉള്ള സെക്കൻഡറി മാക്സിമാസ് എന്തുകൊണ്ട് വന്നു, സെക്കൻഡറി മാക്സിമാസിൽ ഇന്റൻസിറ്റി കുറഞ്ഞു വരാനുള്ള കാരണം എന്താണ്, അതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു. Therefore, ഈ പറഞ്ഞ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നിങ്ങൾ ഒരു തവണ കണ്ടിട്ടോ അല്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് പിന്നെയും കണ്ടിട്ടാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചോ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ എക്സാമിന് നിർബന്ധമായിട്ടും വരയ്ക്കണം. ഇതും ഈ ഒരു മിനിമാസ് ഇങ്ങനെ പാറ്റേൺ ഒക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കണം. ഈ ഇക്വേഷനും നിർബന്ധമായിട്ട് കാണിക്കണം. അതിൽ നിന്ന് ഈ ഒരു ഇക്വേഷൻ വന്നെന്നുള്ളത്. പിന്നെ എക്സ്പ്ലനേഷൻ ഓഫ് സെൻട്രൽ മാക്സിമയില് നിങ്ങൾക്ക് സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെന്റൻസ് ആയി എഴുതിയാൽ മതി. സെൻട്രൽ മാക്സിമ, ഫോർ സെൻട്രൽ മാക്സിമ ഓൾ ദ ലൈറ്റ് റേസ് വിൽ reach at the central maxima at the same time. So therefore the path difference of each light ray is 0. Therefore they are constructively interfering. അത് സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. ഈ ഡയഗ്രാം വരച്ച് നിങ്ങൾ സമയം പോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അത് നമ്മളുടെ എന്താണ് എക്സാമിന് ഡിലീറ്റഡ് പോർഷനിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിലും പ്രശ്നമാക്കണ്ട. ഇനി ഇവിടെ ഫോർ ഫസ്റ്റ് മിനിമയുടെ കേസിലും യു ഡോണ്ട് ഹാവ് ടു ഡ്രോ ദിസ് ഡയഗ്രാം. നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം വരയ്ക്കേണ്ട. പറ്റുമെങ്കിൽ നിങ്ങൾ ആ സെന്റൻസ് ചെയ്താൽ പറ്റുമെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ മാത്രം വരച്ചിട്ട് നിങ്ങൾക്ക് പാത്ത് ഡിഫറൻസ് ലാംഡ, ഞാൻ ഇത് വരയ്ക്കേണ്ട എന്ന് പറയുന്നത് സമയം പോകുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. വരയ്ക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് ഈ ഒരു ട്രയാങ്കിൾ മാത്രം വരച്ചിട്ട് പാത്ത് ഡിഫറൻസ് ലാംഡയാണ്, 2 ഈക്വൽ ഹാഫ് ആയി മാറും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, ഇനി explanation for
ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയിൽ ഞാൻ ഈ ഒരു ഡയഗ്രാം വരച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിലും നിങ്ങൾക്ക് ഇത് എക്സാമിന് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റഡ് യു കുഡ് ഡ്രോ ദിസ് ഡയഗ്രാം. ഈ ഒരു ഡയഗ്രാം വരച്ചിട്ട് 3 ഈക്വൽ ഹാഫ് ആയി മാറും. അതിലുള്ള ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. തേർഡ് ഹാഫ് ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദി ഇന്റൻസിറ്റി എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ ഈ ഒരു മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ. ഈ മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ ഒക്കെ എക്സാമിന് ആവശ്യമുണ്ട് ഡിഫ്രാക്ഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ. അപ്പം ഇത് ആംഗുലാർ വിഡ്ത്ത് ഓഫ് nth മിനിമയാണ്, ഇത് ആംഗുലാർ വിഡ്ത്ത് ഓഫ് nth സെക്കൻഡറി മാക്സിമം. ഡിഫ്രാക്ഷന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കും. ഓക്കെ, അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചു.